തിരക്കൊക്കെ രണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ചെറിയ ചെറിയ എപ്പിസോഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിലും വേണ്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ടിപ്സൊക്കെ. അങ്ങനെ വീഡിയോ ഒക്കെ വയ്യാതൊന്നും കിടക്കാൻ പറ്റത്തുള്ളൂ, എണീക്കാനൊന്നും വയ്യ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിമാൽ വ്ളോഗിങ്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ഓക്കെ, നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. നമ്മൾ വീട്ടിൽ കുറച്ച് അതിഥികളുണ്ട്. എൻ്റെ വലിയമ്മ വന്നിട്ടുണ്ട്. ഇന്നലെ വന്നായിരുന്നു വലിയമ്മ. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഏയ് ഇങ്ങോട്ടോ. അതെ, വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാമിയും മാമനും മാമിയുടെ മോളും കൊച്ചുമായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചാൻ കാണിച്ചില്ല. ബാ ലല്ലി ബാ. യെസ്, ഇതാണ് നമ്മളെ ലല്ലപ്പൻ. ലല്ലപ്പാ വരുമ്പോ എന്താ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തന്നെയായിരിക്കും. നമുക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം. അതൊക്കെ അൺബോക്സിങ് വീഡിയോ കിടക്കി. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇനി മഴയാണ് കൈ, സൗണ്ട് കിട്ടണമെന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ കുറച്ച് അൺബോക്സിങ് വീഡിയോസ് കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കുറഞ്ഞ് സെറ്റ് ചെയ്യാതെ ഇപ്പോൾ കണ്ണുകൾക്ക് നല്ല തിരക്കാണ്. ഇനി മോർണിംഗ് നാളെ മോർണിംഗ് 5:20 5:20 ഇപ്പോൾ സമയം. 5:20 5:20 നമുക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാലരാമപുരത്ത് പോകണമായിരുന്നു. പിന്നെ വേറെ ഉദയംകുളം വരെ തൊട്ടിട്ട് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോകണമായിരുന്നു. ഫോണിലിടാൻ വിളിച്ചതാണ്. ഫോണ് ചാർജിലിടാൻ വിളിച്ചതാണ്. ഇപ്പോൾ കറണ്ടില്ലായിരുന്നു, കറണ്ട് വന്നായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് ആഭരണങ്ങളും അതേപോലെ തന്നെ നമ്മളെ എന്താ എല്ലാ കുറച്ച് പൂജാ സാധനങ്ങൾ അങ്ങനെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ പോയി ഈ വൈകുന്നേരം ഒരു ട്രിപ്പ് കൂടെ പോകണം. വൈകുന്നേരം തയ്ക്കാൻ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു, തുണി വാങ്ങാൻ പോകണം. ഇന്ന് സൗണ്ട് കിട്ടണമുണ്ടോയെന്ന് അറിയത്തില്ല എനിക്ക്. അത്യാവശ്യം നല്ല മഴ ഉണ്ട്. ഓക്കെ, ക്യാമറയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നാളെ എനിക്ക് എൻ്റെ ഫോൺ ശരിയാക്കാൻ പോകണം. എൻ്റെ ഫോണ് ടെമ്പേഡ് മാറണം. അതേപോലെ തന്നെ ബാക്ക് കവറും മാറണം. അതേപോലെ തന്നെ സാംസങ്ങിൽ നമ്മളെ സാംസങ് ഫോണിൽ ടെമ്പേഡ് മാറണം, കവറും മാറണം. അങ്ങനത്തെ വീഡിയോ ഉണ്ട്. പിന്നെ അതെടുക്കണം, വീഡിയോ എടുക്കണം. അതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മളെ കൂട്ടുകാരെ വർക്കുണ്ട്. എൻ്റെ അഭിഷേക് നമ്മൾ കഴിഞ്ഞ ഈ വീഡിയോ റൂമിൽ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു, ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അവരെ വിളിക്കാൻ പോകണം നാളേക്ക്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നേരെ പൂവാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നേരെ പൂവാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പൂവാറ് വരുമ്പോൾ നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മൾ അവരെ പോയി വിളിച്ചാൽ ഞാൻ അപ്പോൾ പൂവാറ് കാണും. അതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി പ്രത്യേകിച്ച് ഇന്ന് തന്നെ പ്രത്യേകിച്ച് ബന്ധുക്കളൊക്കെ ആരെങ്കിലും വരാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ നാളത്തെ കാര്യങ്ങൾ നാളെയായിരിക്കും ബാക്കി വരണത്. നാളെ അങ്ങ് പോണത്, ഫോൺ വരെയൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് വരണത്, അതൊക്കെ നമ്മളെ വീഡിയോയിൽ കാണുക. ലൈറ്റ് പോയി വെയിറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ആയിരിക്കും വീഡിയോസ് കാണുക. അത് ഓൺ ദ സ്പോട്ടിൽ ഞാൻ അറിയിക്കാം. ഉടനെ തന്നെ അറിയിക്കാനൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പക്ഷേ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ വീഡിയോ തുടർച്ച നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ ബാക്കിയുള്ള വിശേഷങ്ങളിൽ പോവാം. ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമാൽ വ്ളോഗിങ്. ഓക്കെ, കം ബാക്ക്
ഗൈസ് ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോൺ റിപ്പയർ ചെയ്തിട്ടുണ്ട്. റിപ്പയർ വലുതായിട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് കവറിട്ട് ടെമ്പേറിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വിശേഷവും കാണിച്ചു തരാം. കൂട്ടുകാർ അഭിഷേകം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വിഷ്ണു വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. കയറുക. നോക്കൂ ക്യാമറ നോക്കൂ ചേട്ടൊന്ന് പരിചയപ്പെടുത്തു. നമ്മളെ പയ്യൻ പ്രിയപ്പെട്ട ഇതിൻ്റെ പേരെന്തല്ലേ അമ്മാടി. എൻ്റെ പേര് വിഷ്ണു. ഇതെൻ്റെ പയ്യൻ ചെറുക്കനാണ്. എല്ലാവരും ഉണ്ട്. അപ്പം ഇനി നേരെ താഴോട്ട് പോകണം, കഴിക്കണം, ഇറങ്ങണം, മണ്ഡപത്തിൽ പോകണം. അതിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കാറ് കയറിയിരിക്കണം. ഇനി മണ്ഡപത്തിലോട്ട് പോകണം. നമ്മൾ ഇവിടെ മണ്ഡപത്തിലാണ്, ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഇരിക്കണം. അവിടെ എന്താണ്. അപ്പോൾ ചായയും കടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ പൈമരുണ്ട് പോയണേ. വീഡിയോ എടുക്കുന്നില്ല അങ്ങനെ പറയാൻ. നല്ല സംസാരിക്കാം, സംസാരിച്ചാൽ മതി. വീഡിയോ വരും, വീഡിയോ യൂട്യൂബിൽ വരും. യൂട്യൂബിൽ അപ്പോൾ പാട്ടൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളത് വീഡിയോ എടുക്കുന്നുണ്ട്. റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈം എത്രയാടാ? ടൈം എത്രയാണോ? 5:06 ഉള്ളൂ. ഇനി 8 മണി വരെ നമുക്ക് റിസപ്ഷൻ ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ 8 മണി വരെ ഉള്ള വ്ളോഗ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം നോക്കണുണ്ട്, വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കണം. മോർണിംഗ് ഇറങ്ങിയൊക്കെയാണ്. മണ്ഡപത്തിൽ പോകണം. ഇന്നാണ് കെട്ട്. കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത് നേരെ പോകണം. ഞാൻ അവിടെ പോയിട്ട് ബാക്കി പറയാം. കല്യാണം കാര്യങ്ങൾ കഴിഞ്ഞ് ചെറുതായിട്ടൊരു പണി കിട്ടി. നമ്മൾ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പം എല്ലാം കഴിഞ്ഞ് വിരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ചെക്കന് മുന്നേ വിരുന്നുണ്ടായിരുന്നു. അന്ന് സാധനം വാങ്ങാൻ പോയപ്പോൾ ഒരു ആക്സിഡൻ്റായി. ഞാൻ വണ്ടി ഓടിച്ചിരുന്നു, അങ്ങനെ ആക്സിഡൻ്റായി. ഞാനും എൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവൻ ആക്സിഡൻ്റായി. സ്കൂട്ടിയിലേക്ക് പോയത് അവൻ ആക്സിഡൻ്റായി. കുറച്ച് സീനാണ്. അത് അവൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം, അതിൽ കൂടെ ഇട്ടേക്കാം. അപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്ക് ഇവിടെ ഒരു മുറിവുണ്ട്. ഇവിടെ കയ്യിൽ ഇത് പൊത്തുപോയി. പിന്നെ ഇവിടെ ഇത് മൊത്തം പോയി, മൊത്തം പോയി. അതേപോലെ തന്നെ കാല് പോയി, ഈ കൈയൊക്കെ മൊത്തം പോയി. പിന്നെ ബാക്ക് വിഷയം കാണിച്ചു. ഇത് മൊത്തം മുറിവാണ്. കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ അസുഖം കഴിഞ്ഞിട്ട് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാം. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഭാഗമുണ്ട്. ഗെയിം ചെയ്യുന്ന കാര്യങ്ങളില്ലാതുണ്ട്. ഒരു സാധനം നമ്മൾ തനിയോട് ചെയ്യാറുണ്ട്. അതൊരു ഡീലൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അസുഖമൊക്കെ മാറിയിട്ട് നല്ല സെറ്റ് ചെയ്ത് വീഡിയോസൊക്കെ കുറച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ.